ഹോർമുസിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡിന്റെ ബോട്ട് ആക്രമിച്ചു. തെക്കൻ ഇറാനിൽ അമേരിക്കൻ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കുണ്ട്. വാർത്താവിനിമയ സംവിധാനം തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഉമൈബാൻ ഇബ്രാഹിം വിവരങ്ങളുമായി. ഉമൈബാൻ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ശക്തമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയൊക്കെ കാര്യമായി തന്നെ ആക്രമണം ഉണ്ടാവുന്നു. ഹോർമുസിലേക്ക് ആക്രമണം ഉണ്ടാവുന്നു. അതായത് തിരികെ ആ ആക്രമണത്തിന്റെ മോഡിലേക്ക് മടങ്ങിയെത്തുകയാണ് അമേരിക്ക. തീർച്ചയായും ശ്രീജ, ഒരുപക്ഷെ ലോകം സമാധാനം ആഗ്രഹിക്കുമ്പോൾ അതിലേക്ക് നടക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് അശാന്തിയുടെ തീരത്തേക്ക് പശ്ചിമേഷ്യ വീണ്ടും കടന്നു ചെല്ലുന്നത്. അമേരിക്ക ഇറാനിൽ, അത് തെക്കൻ മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം. അതും കടുത്ത രൂക്ഷമായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബന്ദർ അബ്ബാസ്, സിരിക്ക്, ജാസ്ക് തുടങ്ങിയ തുറമുഖ നഗരങ്ങൾ, അതുപോലെ ഗേഷൻ ദ്വീപ്, ഇവിടെയൊക്കെ വലിയ തോതിൽ മിസൈലുകൾ വന്ന് വീഴുന്ന അവസ്ഥയാണ്. എങ്ങോട്ട് പോകണം എന്നറിയാത്ത അത്രത്തോളം അനിശ്ചിതാവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതുപോലെ IRGCയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തിന്റെ പോലും കാര്യങ്ങൾ. ഏത് രീതിയിലാണ് ഇതൊരു യുദ്ധമായിട്ട് വീണ്ടും പരിണമിക്കുമോ എന്നുള്ളൊരു ആശങ്ക അവിടെ നിന്ന് വരുന്നുണ്ട്. 140 കേന്ദ്രങ്ങളിൽ, ഇറാന്റെ 140 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ട് അമേരിക്ക പറയുകയും ചെയ്യുന്നു. ഇവിടെ നേരത്തെ വിദേശകാര്യ വിദഗ്ധരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഹോർമുസുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന തർക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ 2 ചേരികളിലായിട്ട് ഏറ്റുമുട്ടലുകൾ, അടിയും തിരിച്ചടിയും നടത്തുന്ന രീതിയിൽ ഈ ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് അത് അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ കപ്പലുകൾ കടന്നു പോകരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ് ഇറാൻ നൽകുന്നത്. IRGCയുടെ നിരീക്ഷണം അവിടെയുണ്ട്. പക്ഷേ അമേരിക്ക പറയുന്നത് നിയമപരമായിട്ടുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കപ്പലുകൾക്ക് അതിലൂടെ ഗതാഗതം സാധ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ പറയുന്നു അത് സാധിക്കില്ല, ഞങ്ങൾ അവിടെ തടയുമെന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും കപ്പലിനെ തടയുകയാണെങ്കിൽ ആ കപ്പലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇവിടെ കപ്പലുകൾ തടയാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഇറാൻ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും നാമാവശേഷമാക്കും എന്ന് കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് ട്രംപ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ ഇറാന്റെ പല മേഖലകൾ കേന്ദ്രീകരിച്ച് മിസൈൽ വർഷിക്കുന്നതും ആ രീതിയിൽ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നതും. എന്തായാലും അണുവായുധവുമായി ബന്ധപ്പെട്ട് അതല്ല ഞങ്ങളുടെ വിഷയം, അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് ഹോർമുസ് എന്ന് കൃത്യമായിട്ട് ഇറാൻ നിലപാടെടുക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ ആണവ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ സമാധാന കരാർ എത്തുന്നതിൽ ഒരു തടസ്സമായി നിന്നത്. ഇപ്പോൾ അതിലും അപ്പുറത്തായിട്ട് ഒരു പടി കൂടി കടന്ന് ഹോർമുസ് ആണ് ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പിന്നെ നമുക്കറിയാം ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഈ യുദ്ധം അവസാനിക്കരുത് എന്നാണ്. ഏതെങ്കിലും രീതിയിൽ സമാധാന കരാറിലേക്ക് പോകുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ലെബനിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ നമ്മൾ കണ്ടു. ഇസ്രായേൽ സ്വാഭാവികമായിട്ടും ലെബനിൽ ആക്രമണം നടത്തുമ്പോൾ അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ ആക്രമിക്കുന്നു. അങ്ങനെ സമാധാന കരാർ കഴിഞ്ഞ മാസം സാധ്യമായി അത് വീണ്ടും ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥയിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില, ബ്രന്റ് ക്രൂഡ് വില ഇപ്പോൾ ഇതാ നോക്കൂ, 4% ഉയർന്നിരിക്കുന്നു. $80 അടുത്തെത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതെല്ലാം ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. നമ്മളെ ഉൾപ്പെടെ, ഇപ്പോൾ എന്നെയും ശ്രീജയും ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ പശ്ചിമേഷ്യ ഇനി എന്നാണ് സമാധാനത്തിലേക്ക് നീങ്ങുക? ഈ അടിക്ക് തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് ഇറാൻ കൂടി ആക്രമണം ശക്തമാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ശ്രീജ. ശരിയാണ്. ഉമൈബാനാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്ക ആക്രമണം കടുപ്പിക്കുമ്പോൾ അത് ലോകത്തെ ആകെ ബാധിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുക്കളയിലടക്കം, നമ്മുടെ വീടുകളിലടക്കം എങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നതെന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളിൽ നമ്മൾ അനുഭവിച്ചതാണ്. അത് വീണ്ടും ആ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മടങ്ങുകയാണ്. ഓഹരി വിപണിയിലും ഈ ആക്രമണ വാർത്തകളെ തുടർന്ന് വലിയ ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സെൻസെക്സ് 270 പോയിന്റ് ഇടിഞ്ഞാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. നിഫ്റ്റി 89 പോയിന്റ് നഷ്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവില വീണ്ടും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആഗോള വിപണികളിലെല്ലാം ഈ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്.